കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ദുബായിലുള്ള ക്രിസ്ത്യൻ അസംബ്ലിയിലുള്ള എല്ലാ ദൈവമക്കളോടും കർത്താവിന്റെ വിലയേറിയ ദാസന്മാർ, കുടുംബങ്ങൾ, പ്രിയ പാസ്റ്ററുകൾ, സാബു പാസ്റ്റർ, പ്രിയ ആന്റി സാലി ആന്റി, പിന്നെ ഇതിന്റെ ലേഡീസിന്റെ സെക്രട്ടറിയെ ചുമതല വഹിക്കുന്ന മേഴ്സി ആന്റി, പിന്നെ പ്രിയ ബെറ്റ്സി സിസ്റ്റർ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് പ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന ദൈവത്തിന് ആദ്യമായി നന്ദി പറയുന്നതിനോടൊപ്പം ഈ ക്രിസ്ത്യൻ ഫെയ്ത്ത് അസംബ്ലിയിലുള്ള എല്ലാ ദൈവമക്കളോടും ഉള്ള ക്രിസ്തേശുള്ള നന്ദിയും സ്നേഹത്തെയും വന്ദനങ്ങളെയും ഞാൻ അറിയിക്കുന്നു. ഇപ്രകാരം ദൈവം എനിക്കും ഈ ഭൂമിയിൽ ഒരു അവസരം നൽകി തന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നത്. ദൈവത്താൽ നടന്നു എന്നല്ലാതെ എനിക്ക് പറയുവാൻ ഒന്നുമില്ല. ഇങ്ങനെ ഇരിക്കുവാനോ സൂം മീറ്റിങ്ങുകൾ നടത്തുവാനോ ഒന്നും ഒരു യോഗ്യതയും ഇല്ലാതെ ഇരുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ദൈവം എന്നെ ഇവിടം വരെ കൊണ്ടുവന്നത്. ദൈവത്തിന്റെ സകല മാനവും മഹത്വവും ഞാൻ കരയേറ്റുന്നു. ഒരു യോഗ്യതയും പറയുവാനില്ല. എന്റെ സാക്ഷ്യവും ദൈവം എനിക്കൊരു ആലോചന ഈ മീറ്റിങ്ങിന് വേണ്ടി എനിക്ക് ഈ മീറ്റിങ്ങിൽ കോൾ ലഭിച്ച സമയം തൊട്ട് ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്കൊരു ആലോചന, ഒരു ദൂതും എന്റെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതോടൊപ്പം എന്റെ സാക്ഷ്യവും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി ഞാൻ വായിക്കുന്ന വചനവും എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നും കൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വചനം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം അതിന്റെ 10-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം. എബ്രായർ 10:38. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദം ഇല്ല. ഹല്ലേലൂയ. ഈ വചനം എന്റെ ജീവിതത്തിൽ വളരെ വളരെ എന്ന് പറയാം, എന്റെ അടിസ്ഥാനം, ഞങ്ങളുടെ കുടുംബത്തിന്റെ അടിസ്ഥാന വാക്യമാണ് ഈ വചനം. ഈ വചനം ഞാനിത് ആദ്യമേ വായിക്കുവാൻ കാരണം ഇതാണ് എന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ അനുഭവങ്ങളുടെ അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ പ്രിയ മാതാവും പിതാവും കർത്തൃവേലയിലായിരിക്കുന്നു. കോട്ടയത്ത് ഒരു സഭയുണ്ട്, ചെറിയൊരു സഭയുണ്ട്, അവിടെ കർത്തൃവേലക്കാരായവരായിരിക്കുന്നു. എന്റെ പ്രിയ മാതാവ് ഒരു യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടയാളാണ്. മണർകാട് പള്ളിയിലെ ഒരു വിശ്വാസിയായിരുന്നു. അവിടെ നിന്ന് ചെറിയ പ്രായത്തിൽ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ തന്റെ ജീവിതത്തെ സമർപ്പിക്കുവാനും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും പിന്നീട് സ്നാനപ്പെടുവാനും ഇടയായി തീർന്നു. അതോടനുബന്ധിച്ച് ഭവനത്തിൽ നിന്ന് പ്രിയ മാതാവിനെ ഇറക്കി വിട്ടു. 17 വയസ്സുള്ളപ്പോൾ ഏകയായി ഭവനത്തിൽ നിന്ന് താൻ ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ. എന്നാൽ അവിടെ മമ്മി ആ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിനെ അറിഞ്ഞത് കൊണ്ട് തന്നെ, അനുഭവങ്ങളിൽ നിന്ന് കർത്താവിനെ രുചിച്ചറിയുവാൻ ദൈവം ഭാഗ്യം കൊടുത്തത് കൊണ്ട് തന്നെ മമ്മിയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞ വിശ്വാസമായിരുന്നു. ഹല്ലേലൂയ. എന്റെ പപ്പ ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. എന്നാൽ രണ്ടുപേരുടെയും ഹല്ലേലൂയ ദൈവം യോജിപ്പിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, എന്റെ പപ്പായുടെയും മമ്മിയുടെയും കുടുംബ ജീവിതത്തിൽ നിന്ന് ഹല്ലേലൂയ ഒരാൾ വിശ്വാസത്തിൽ താണു പോകുമ്പോൾ മറ്റേ ആൾ വിശ്വാസത്തിൽ ഉറപ്പിക്കും. ഹല്ലേലൂയ. എല്ലാ സഹോദരിമാരുടെ മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഹല്ലേലൂയ കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കും, ഉപവസിക്കും, കാര്യം ശരിയാണ്. എന്നാൽ വിശ്വാസത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ക്ഷീണിച്ചു പോകും, തകർന്നു പോകും. ഹല്ലേലൂയ. എന്നാൽ എന്റെ പ്രിയ മാതാവിന്റെ ഒരു പ്രത്യേകത, വാ തുറന്നാൽ വിശ്വാസത്തിന്റെ വാക്കല്ലാത്ത ഒരു നെഗറ്റീവ് വാക്കും ഇന്ന് വരെ എന്റെ മമ്മിയുടെ വായിൽ നിന്ന് വരുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത് ജീവിതത്തിന്റെ ഏത് വലിയ പ്രതിസന്ധി ഘട്ടമായിക്കൊള്ളട്ടെ, മനുഷ്യർ അസാധ്യമെന്ന് നനച്ചിരിക്കുന്ന വിഷയങ്ങളായിക്കൊള്ളട്ടെ, എന്നാൽ വാ തുറന്നാൽ വിശ്വാസം മാത്രമേ പറയത്തുള്ളൂ. എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. ഈ വചനത്തിൽ തന്നെ കർത്താവ്, നമ്മുടെ എബ്രായ ലേഖനം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, വിശ്വാസങ്ങളുടെ അല്ലെങ്കിൽ വിശ്വാസത്തിനു വേണ്ടി നിന്ന വീരന്മാരെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണല്ലോ. ഹല്ലേലൂയ. അസാധ്യങ്ങളായ ഒരുപാട് കാര്യങ്ങൾ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. തലമുറകളില്ലാത്തവർക്ക് തലമുറകളെ ലഭിച്ചത്, വിശ്വാസത്താൽ ലഭിച്ചത്, അല്ലെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി പോരാടിയ ഒരുപാട് വീരന്മാരുടെ ഹല്ലേലൂയ ഒരു പട്ടിക അവിടെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ എഴുതിയിരിക്കുമ്പോൾ അതിന്റെ പുസ്തകത്തിന്റെ ആരംഭത്തിൽ തന്നെ ഒരു ഭാഗം എന്നെ ചിന്തിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ആ എബ്രായ ലേഖനത്തിന്റെ 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. അതുപോലെ അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 12-ാമത്തെ വാക്യത്തില്, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുകയും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ ത്യജിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചെറിയൊരു അവിശ്വാസം. പലപ്പോഴും നമ്മൾ അവിശ്വാസത്തെ അത്ര കാര്യമായിട്ട് കാണുന്ന ആൾക്കാരല്ല. നമ്മൾ ചിന്തിക്കും അത് സാരമില്ല, എന്റെ അവിശ്വാസം കർത്താവ് അറിയുന്നുണ്ട്. ശരിയാ, കർത്താവ് നമ്മുടെ അവിശ്വാസത്തെ അറിയുന്നുണ്ട്. എന്നാൽ അല്ലെങ്കിൽ നമുക്ക് വിശ്വാസം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. എന്നാൽ നമ്മുടെ ജീവിതത്തിന് അനുഭവങ്ങളിൽ നിന്നാണ് ദൈവം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു,
പറയുന്നു, ദൈവത്തെ ത്യജിച്ച് കളയുന്നതിന് തുല്യമാണ് ഒരു ചെറിയ അവിശ്വാസം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളെ ദൈവം നൽകി തരുന്ന എന്തിനാ? നമ്മുടെ ജീവിതത്തിന്റെ പരിശോധനകൾ വരുമ്പോൾ ഹല്ലേലൂയ ദൈവം അതിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ? നമ്മുടെ വിശ്വാസത്തിന്റെ ഹല്ലേലൂയ വലിപ്പം എത്രത്തോളം ഉണ്ട്. ആ വിഷയത്തെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിന്റെ നിലപാട് എന്താണ് ആ വിഷയത്തില്? ഹല്ലേലൂയ അത് ചിലപ്പോൾ രോഗമായിക്കോട്ടെ, തലമുറയെ കുറിച്ചുള്ള വിഷയമായിക്കൊള്ളട്ടെ, സഭാന്തരീക്ഷത്തിലുള്ള വിഷയമായിക്കോട്ടെ, എന്തുമായിക്കൊള്ളട്ടെ. എന്നാൽ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ് ആ വിഷയത്തില്? ഹല്ലേലൂയ അത് വിശ്വാസത്തോടുകൂടിയുള്ള കാൽച്ചുവട് വെപ്പാണോ, അതോ അവിശ്വസിച്ച് അല്ലെങ്കിൽ നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് അല്ലെങ്കിൽ തകർന്ന് ഇരിക്കുകയാണോ? അല്ലെങ്കിൽ ഇതാണ് കർത്താവ് നോക്കുന്നത്. നമ്മൾ അവിശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നത് നമ്മൾ ദൈവത്തെ ത്യജിക്കുന്നതിന് തുല്യമായാണ് അതിനെ കാണുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ ദൈവാത്മാവ് ദൂത് പറയുന്നു. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരോടുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും അവിശ്വാസം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് കർത്താവിനോട് ഏറ്റു പറയാം. കാരണം അത് ദൈവത്തെ ത്യജിക്കുന്നതിന് തുല്യമാണ്. വാഗൊണ്ട് ത്യജിക്കണ്ട, ഹല്ലേലൂയ. പക്ഷേ ഹൃദയം കൊണ്ടാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ പാപം ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ജീവിതത്തിൽ ഏത് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ എന്താണെന്നറിയാവോ? എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. എന്റെ ജീവിതാനുഭവങ്ങൾ അതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഉറച്ചു പറയുന്നത്. ഞാൻ പറഞ്ഞാൽ എന്റെ പ്രിയ മാതാവ് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചതാണ്. എന്റെ പ്രിയ മാതാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്റെ തലമുറകളെയും തന്റെ കുടുംബ ജീവിതത്തിലും വിശ്വാസം കാത്തു സൂക്ഷിച്ച ഒരു മാതാവാണ്. ഹല്ലേലൂയ. അതിന് ഞാൻ പറഞ്ഞല്ലോ എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഞാൻ പറയാം. ഹല്ലേലൂയ. അതിനകത്ത് ഏറ്റവും വലിയൊരു എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ പലരോടും ഷെയർ ചെയ്തിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ 3-3.5 വയസ്സുള്ളപ്പോൾ എന്റെ ഒരു ഓർമ്മ വെക്കുന്ന സമയം തൊട്ട് എന്റെ മമ്മി എനിക്ക് പറഞ്ഞു തന്നൊരു പാഠമുണ്ട്. മോനെ, ഈ ഭൂമിയിൽ നിന്നെ ഞങ്ങൾക്ക് ദൈവം നോക്കാൻ നൽകി തന്നിരിക്കുന്നതാണ്. എന്നാൽ നിന്റെ അല്ലെങ്കിൽ യഥാർത്ഥ അവകാശി, ഉടമസ്ഥൻ എന്ന് പറയുന്നത് കർത്താവാണ്. അല്ലെങ്കിൽ നിന്റെ അപ്പൻ അല്ലെങ്കിൽ സ്വർഗത്തിലെ പിതാവാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് എന്തൊരാവശ്യമുണ്ടെങ്കിലും നീ ആദ്യം പോയിരുന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങളോട് പറയരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞു. ചെറിയ പ്രായമില്ല, എന്തെങ്കിലും ആവശ്യങ്ങൾ വന്ന് ചോദിക്കും, മമ്മി പറയും, എന്തോ മമ്മി പറഞ്ഞിട്ടുള്ളത്, പോയിരുന്ന് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത് വന്നിരുന്നത് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. ആ കുഞ്ഞു പ്രായത്തിൽ 3.5 വയസ്സുള്ളപ്പോ തന്നെ മമ്മി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏതൊരു ആവശ്യം വന്നാലും ഓടിപ്പോയിരുന്ന് പ്രാർത്ഥിക്കും. ആ പ്രായത്തിൽ ഞാൻ എന്റെ 3.5-4 വയസ്സെന്ന് പറയുമ്പോൾ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സഭയില് ഹല്ലേലൂയ സാമ്പത്തികമായിട്ട് വലിയ മുന്നേറ്റമൊന്നുമില്ല, വളരെ തുച്ഛമായ വരുമാനത്തിൽ അല്ലെങ്കിൽ പാഴ്സനേജിൽ താമസിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ദൈവമക്കളെ, ചെറിയ പ്രായത്തിലും എനിക്കൊരു ചെറിയ ആവശ്യം വന്നാൽ പോലും അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എന്തുമായിക്കൊള്ളട്ടെ, ഒരു ബുക്കും പുസ്തകം എന്തുമായിക്കൊള്ളട്ടെ, എനിക്കറിയാവുന്നത് ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാനാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് ലഭിച്ചത് മാത്രമേ ഉള്ളൂ ദൈവമക്കളെ. എനിക്ക് പറയുവാനുള്ളതെല്ലാം ഇന്ന് ഞാൻ അനുഭവിക്കുന്നതും എല്ലാം പ്രാർത്ഥനയാൽ ലഭിച്ചതാണ്. ദൈവത്തിന് എന്നോട് തോന്നിയ കൃപയാൽ ലഭിച്ചതാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് നീങ്ങിയത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ പ്രിയ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ഹല്ലേലൂയ ഒരു പശ്ചാത്തലം കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ്. ചെറിയ പ്രായം എന്റെ മമ്മിയുടെ വിവാഹത്തോടനുബന്ധിച്ച് മമ്മി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഹല്ലേലൂയ. ഭവനത്തില് അല്ലെങ്കിൽ കുടുംബക്കാർക്കെല്ലാം വളരെ വിദ്വേഷമായിരുന്നു. അങ്ങനെ വിവാഹം ആലോചിക്കുന്ന സമയത്ത് എന്റെ മമ്മി പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ മമ്മിയുടെ കുടുംബക്കാര് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ നിലയിൽ അനുസരിച്ചുള്ള പെന്തക്കോസ്തുകാരുടെ ആലോചനകളാണ് കൊണ്ടുവന്നത്. മമ്മിക്ക് ദൈവവേല ചെയ്യണമെന്നുള്ള മമ്മിയുടെ വളരെ ആഗ്രഹമായതുകൊണ്ട് മമ്മി അല്ലെങ്കിൽ ദൈവവേലക്കാരെ നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അവര് കൊണ്ടുവന്നതെല്ലാം ഹാഫ് ടൈം ജോലിയും അല്ലെങ്കിൽ സുവിശേഷ വേലയും ചെയ്യുന്നവരാണ്. മമ്മി പറഞ്ഞു, ഇതല്ല എനിക്കുള്ള വിളി. ഹല്ലേലൂയ. അവര് കൊണ്ടുവന്നതെല്ലാം ഹൈ ക്ലാസ് ഫാമിലി, കുടുംബമഹിമ എല്ലാം നോക്കിയുള്ളവരെ കൊണ്ടുവന്നു. എന്നാൽ ഒരു ദിവസം മമ്മിയുടെ പ്രിയ പിതാവിനോട് പറയുവാനിടയായിരുന്നു, ഹല്ലേലൂയ, അപ്പച്ച, ഹല്ലേലൂയ, മമ്മി അന്ന് അമ്മേനൂർ ഒരു ഫെയ്ത്ത് ഹോമിലാണ് താമസിക്കുന്നത്. എന്നാൽ കുടുംബത്തിലേക്ക് വിവാഹത്തോടനുബന്ധിച്ച് അവർ മടക്കി കൊണ്ടുവന്നു. കാരണം പെന്തക്കോസ്തുകാർ കല്യാണം നടത്തി വിട്ടു കഴിഞ്ഞാൽ എങ്ങനെയുള്ള ഒരു കുടുംബം, അവരുടെ കുടുംബത്തിനനുസരിച്ചുള്ള ഒരു വീട്ടിലേക്ക് കെട്ടിച്ചു വിടത്തില്ല എന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് തിരിച്ചു മമ്മിയെ ഭവനത്തിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു കുറച്ച് കാലങ്ങൾക്ക് ശേഷം. അങ്ങനെ മമ്മി ഭവനത്തിൽ വന്ന സമയത്ത് പ്രിയ പിതാവ് ഹല്ലേലൂയ എല്ലാ കല്യാണാലോചനകളും മമ്മി മുടക്കുന്നത് കണ്ടപ്പോ ചോദിച്ചു, നിനക്ക് പിന്നെ എങ്ങനത്തെ ആളെയാണ് വേണ്ടത്? അന്ന് പ്രിയ എന്റെ മമ്മി പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ഭൂമിയിൽ 1 സെന്റ് സ്ഥലമോ വസ്തുവോ വീടോ ബാങ്ക് ബാലൻസോ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യനെ മതിയെന്ന്. അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. കാരണം അല്ലെങ്കിൽ പെന്തക്കോസ്തിൽ പോയി ഭ്രാന്തായതെന്ന് പറഞ്ഞു. കാരണം അല്ലെങ്കിൽ ആരും പറയത്തില്ല വീടും വസ്തു ഒന്നും ഇല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കണമെന്ന്. എന്നാലും
പ്രിയ അപ്പച്ചൻ ചോദിച്ചു, നീ എന്ത് കണ്ടിട്ടാ ഇങ്ങനെ പറഞ്ഞത്? അപ്പൊ മമ്മി പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പച്ച ഞാൻ ഇപ്പൊ ഈ പറയുന്ന മർമ്മം ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, എന്നാൽ ഹല്ലേലൂയ ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഒരു വാക്കുകൊണ്ട് സകലത്തെയും ഹല്ലേലൂയ നിർമ്മിച്ചവനാണ്. ഹല്ലേലൂയ. അപ്പച്ചൻ എന്റെ സഹോദരിമാരെ എല്ലാവരെയും, അവർ 7 മക്കളാണ്, അല്ലെങ്കിൽ 5 പെണ്ണും 2 ആണും, മൂത്ത ചേച്ചിമാരെയും അനീറ്റിയും എല്ലാവരെയും അല്ലെങ്കിൽ എല്ലാം ഉള്ളിടത്തല്ലേ കെട്ടിച്ചു വിട്ടിരിക്കുന്നത്. അവിടെ ഹല്ലേലൂയ എല്ലാം ഉണ്ട്, എന്നാൽ അതൊരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കുവാൻ ദൈവത്തിന് കഴിയും. എന്നാൽ എന്റെ അപ്പച്ചൻ എന്നെ ഒന്നുമില്ലാത്തടുത്ത് കെട്ടിച്ചുവിട്, ദൈവം എല്ലാം തരുവാൻ കഴിയും. എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, തിശ്ബിയിൽ നിന്നുള്ള തിശ്ബീനായ ഏലിയാവിനെ പോലെ കെരീത്തിൽ പോകാൻ പറഞ്ഞാൽ കെരീത്തിൽ പോകണം, സാരാഫാത്തിൽ പോകുവാൻ പറഞ്ഞാൽ സാരാഫാത്തിൽ പോകണം. ഒരിക്കലും വീടോ വസ്തുവോ അല്ലെങ്കിൽ സമ്പത്തോ ഒന്നും സുവിശേഷ വേലയ്ക്ക് തടസ്സമായി തീരരുത്. സമ്പത്തും വീടും ഒക്കെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ചിലപ്പോൾ ഹല്ലേലൂയ എനിക്ക് മൃഗസമ്പത്തിനെ നോക്കണം, വീട് വിട്ടിട്ട് പോകാൻ കഴിയത്തില്ല, അങ്ങനെ പലവിധമായ കമ്മിറ്റ്മെന്റ്സ് വരും, എനിക്കത് പറ്റത്തില്ല. ഹല്ലേലൂയ വിശ്വാസത്തോടെ ജീവിക്കണം. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഹല്ലേലൂയ എങ്കിലും നീ ഹല്ലേലൂയ നിന്റെ വിശ്വാസമല്ല, നിനക്ക് കിട്ടുമെങ്കിൽ കിട്ടട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്റെ പപ്പായുമായിട്ടുള്ള വിവാഹം ആലോചന വരുന്നത്. എന്റെ പപ്പായ്ക്ക് ചെറിയ പ്രായത്തിൽ പ്രിയ പിതാവ് നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായി വീടോ വസ്തു ഒന്നുമില്ല, അമ്മാച്ചന്റെ വീട്ടിലാണ് കഴിയുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, അന്ന് അപ്പച്ചൻ കല്യാണം കഴിഞ്ഞപ്പോ എന്റെ മമ്മിയോട് ഒരു വാക്ക് പറഞ്ഞു, നാളെ തൊട്ട് അരിയില്ല, ഹല്ലേലൂയ പച്ചമുളകില്ല, പഞ്ചസാര ഇല്ലെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നേക്കരുത്. നീ സെലക്ട് ചെയ്ത ജീവിതമാണ്, അതുകൊണ്ട് ഹല്ലേലൂയ ഇതിൽ വരുന്ന എല്ലാ തിക്തമായ അനുഭവങ്ങളും നീ അനുഭവിക്കണം. അന്ന് മമ്മി പറഞ്ഞ വാക്യം ഇതാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. ഹല്ലേലൂയ ദൈവം ഞങ്ങളെ കരുതും. ഹല്ലേലൂയ നിങ്ങളുടെ മുമ്പില് ദൈവത്തെ മാനിക്കും. ഹല്ലേലൂയ അങ്ങനെ ഹല്ലേലൂയ ആ ജീവിതം തുടങ്ങുവാനിടയായി. ദൈവമക്കളെ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്, എന്നാൽ ഒരിക്കൽ പോലും പ്രിയ ഭവനത്തിൽ കടന്നു പോകുവാനോ ആവശ്യങ്ങൾ പറയുവാൻ ഇടയായിട്ടില്ല. ഹല്ലേലൂയ തലമുറകളെ ലഭിച്ചപ്പോൾ എന്റെ മമ്മിയുടെ കാഴ്ചപ്പാടുകാരൻ, എന്റെ തലമുറകളും വിശ്വാസ ജീവിതം എന്തെന്ന് പഠിക്കണം. അതുകൊണ്ടാണ് മമ്മി അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഞങ്ങളെയും അങ്ങനെ പഠിപ്പിച്ചത്. ഞങ്ങൾ 4 പെൺകുഞ്ഞുങ്ങളാണ്, ഞാനാണ് മൂത്തത്, താഴെ 3 അനിയത്തിമാരും കൂടെ ഉണ്ട്. ദൈവമക്കളെ, ഹല്ലേലൂയ ഇതുവരെ ഞങ്ങൾക്ക് സ്വന്തം വീടായിട്ടില്ല, വസ്തുവായിട്ടില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, ഇന്നും വിശ്വാസത്താൽ ജീവിക്കുന്നു. ഞാൻ ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് പറയുവാൻ കാരണം ഹല്ലേലൂയ ഓർക്കണം, 4 പെൺകുഞ്ഞുങ്ങൾ, നാട്ടിൽ പഠനം, ഹല്ലേലൂയ വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തികം ഒക്കെ നിങ്ങൾ ഓർക്കണം. ഞാനൊരു BSc നഴ്സിംഗ് പാസ്സായി, ഹല്ലേലൂയ അങ്ങനെ കഴിയുന്നു ഇപ്പോൾ. ഹല്ലേലൂയ ഇപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, എത്രത്തോളം ഭംഗിയായിട്ടാണ് ദൈവം നടത്തിയത്. ആരുടെയും കയ്യിൽ നിന്ന് 1 രൂപ പോലും കടം മേടിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ദൈവമക്കളെ, കർത്താവിനെ അറിഞ്ഞവരെ എല്ലാവരെയും കർത്താവ് മാനിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് ഓർത്ത് അല്ലെങ്കിൽ ഭാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർത്തോ, ഇല്ല, കർത്താവിനെ പിൻപറ്റിയവരെ ആരെയും കർത്താവ് വെറുതെ വിടത്തില്ല. അല്ലെങ്കിൽ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ ദൈവമക്കളെ, അങ്ങനെ എന്റെ മമ്മിയുടെ വിശ്വാസം. ഞാൻ ഒരു കാര്യം കൂടെ പറയുമ്പോൾ, ചില സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഇടയായിത്തീരുന്നല്ലോ, രോഗികളായിത്തീരുന്നവര്. എന്റെ പ്രിയ മാതാവിന്റെ ഒരു അനുഭവം, ഞങ്ങളുടെ അനുഭവം കൂടെ ഞാൻ പറയട്ടെ. ഹല്ലേലൂയ എന്റെ പ്രിയ മാതാവ്, ഞാൻ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ വിശ്വാസത്തിനോട് ഇറങ്ങി തിരിച്ച സമയത്ത് ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തു. അല്ലെങ്കിൽ ലോകത്തിൽ ഒരു വൈദ്യന്മാരിലും ആശ്രയിക്കത്തില്ല, എന്തു വന്നാലും ദൈവത്തിൽ മാത്രമേ ആശ്രയിക്കത്തുള്ളൂ. ഇന്നും ദൈവകൃപയാൽ മമ്മി ആ വിശ്വാസത്തിൽ തന്നെ നിൽക്കുകയാണ്. ഞങ്ങൾ 4 പെൺകുഞ്ഞുങ്ങളെ മമ്മി പ്രസവിച്ചത് വീട്ടിലാണ്. അല്ലെങ്കിൽ ഒരു വൈദ്യന്മാരുടെ അടുക്കൽ പോയിട്ടില്ല. എന്നാൽ ഈ 4 പ്രസവത്തിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ അവിടെയൊക്കെ ദൈവത്തിന്റെ കരം കൂടിയിരുന്നു. ദൈവമക്കളെ, എനിക്ക് 3.5 വയസ്സുള്ള എന്റെ മമ്മിക്ക് ഒരു മേജർ ആക്സിഡന്റ് ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ബൈക്കിൽ നിന്ന് മുഖമടിച്ച് റോഡിൽ വീണ് മുഖം മൊത്തം തകർന്നവളായി. ഹല്ലേലൂയ ഹല്ലേലൂയ താടിയെല്ല് വിട്ട്, അല്ലെങ്കിൽ ജോയിന്റ് വിട്ട്, അങ്ങനെ ഒരു വലിയ അപകടത്തിൽ എന്റെ മമ്മി ആയിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ പെട്ടെന്ന് ബോധം പോകുന്നതിന് മുമ്പ് മമ്മിയെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി അവർ തത്രപ്പെട്ടപ്പോൾ മമ്മി കൈകൊണ്ട് കാണിച്ചില്ല. പപ്പായോട് പറഞ്ഞു, എന്നെ ആശുപത്രി കൊണ്ടുപോകരുത്, എന്നെ പെട്ടെന്ന് ഭവനത്തിൽ കൊണ്ടുപോകണം. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയി. ഹല്ലേലൂയ. കാരണം ആദ്യം പെട്ടെന്ന് അടുത്തുള്ള ഒരു എമർജൻസിയിലേക്ക് ആയതുകൊണ്ട് തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയപ്പോൾ അവര് പറഞ്ഞു, ഇവിടെ എടുക്കത്തില്ല, പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും, കാരണം ഇത് കോംപ്ലിക്കേറ്റഡ് ആയ കേസാന്ന് പറഞ്ഞു. മുഖം മൊത്തം തകർന്ന്, മൊത്തം ശരീരം മൊത്തം ബ്ലഡിനകത്താണ്. ഹല്ലേലൂയ. അപ്പം അപ്പ പറഞ്ഞു, മമ്മി ഉടനെ അവിടുത്തെ ആ നേഴ്സിനോട്, മമ്മിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവർ എന്തോ പ്രൊസീജിയർ ചെയ്യുക എന്നോർത്ത് മമ്മി ആക്ഷൻ കാണിച്ചില്ല. ദൈവകൃപയാൽ അതൊരു വിശ്വാസിയായ നേഴ്സായിരുന്നു. അവർക്ക് മനസ്സിലായി മമ്മി മരുന്ന് എടുക്കത്തില്ലെന്ന്. പപ്പായോട് വെച്ച് പപ്പ പറഞ്ഞില്ല, അവള് മരുന്ന് എടുക്കത്തില്ല. അപ്പൊ ആ സിസ്റ്റർ മമ്മിയുടെ ചെവി പറഞ്ഞു, ഇല്ല ആന്റി, ഞാൻ മരുന്നൊന്നും ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തോട്ടെ, കാരണം എവിടെയൊക്കെ മുറിവെന്ന് അറിയത്തില്ല, കാരണം മൊത്തം ബ്ലഡ് ആണ്. മുഖം ക്ലീൻ ചെയ്തപ്പോ ഇവിടെ ഒരു വലിയ മുറിവ്, ഇവിടെ ഒരു വലിയ മുറിവ്, ഇതിനകത്ത് 2 വലിയ കല്ലുകൾ കയറിയിരിക്കുകയാണ്, മുഖം മൊത്തം ചതഞ്ഞു, ഈ ജോയിന്റ് ഇവിടെ നിന്ന് വിട്ടുപോകുന്നു. ഹല്ലേലൂയ. എന്നാൽ മമ്മി പറഞ്ഞൊരു കാര്യമുണ്ട്, ബോധം പോകുന്നതിന് സംസാരിക്കാൻ കഴിയത്തില്ല. പപ്പായോട് പറഞ്ഞു, എന്നെ പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ. ഹല്ലേലൂയ. പെട്ടെന്ന് മുഖം ക്ലീൻ
ചെയ്ത് പപ്പ പെട്ടെന്ന് മമ്മി വീട്ടിൽ കൊണ്ടുവന്നു. മമ്മി പെട്ടെന്ന് ഒരു പേപ്പർ പേന എടുത്തിട്ട് എഴുതി, സഭയെ അറിയിക്കുക, സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ഏറെ ഫലിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി പപ്പാടയിൽ കൊടുത്തു. അല്ലെങ്കിൽ പപ്പ പെട്ടെന്ന് സഭയിൽ അറിയിച്ചു. അന്ന് ഞങ്ങൾ പാമ്പാടിയിലാണ് ശുശ്രൂഷയിലായിരിക്കുന്നത്. സഭയിൽ മൊത്തം അറിയിച്ചു. സഭ കൂടി വന്നു. ദൈവമക്കളെ, അന്ന് ഡോക്ടർ മമ്മി ആദ്യം കണ്ട ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ ഇത് പഴുക്കും, അത് മാത്രമല്ല ഇത് വലിയൊരു വൂണ്ടാണ്, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ ഇത് മൊത്തം അല്ലെങ്കിൽ വികസിച്ച് അകത്ത് ഇൻഫെക്ഷൻ ആകും, ഇതും വലിയ മുറിവാണ്, ഇത് സ്റ്റിച്ച് ചെയ്യാതെ ഉണങ്ങത്തില്ല, അത് മാത്രമല്ല ഈ കവള് രണ്ടും ചതഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് സർജറി ചെയ്തതിനകത്തെ പഴുപ്പും അല്ലെങ്കിൽ ഇത് പുറത്തെടുത്തില്ലെങ്കിലും മുഖം വികൃതമായി തീരും, പല്ല് ഫ്രണ്ടിലത്തെ 2 പോയി, അല്ലെങ്കിൽ ജോയിന്റ് വിട്ടുപോയി, ഇത് പിടിച്ചിടണം, ഇതൊക്കെയും പറഞ്ഞു. എന്നാൽ പപ്പായ്ക്ക് ഇത് ഓർക്കുമ്പോൾ വിഷമമുണ്ടെങ്കിലും മമ്മി പറഞ്ഞു, ഇല്ല, എന്റെ ദൈവം ചതയ്ക്കുകയും തൃക്കൈ കൊണ്ട് പൊറുപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അല്ലെങ്കിൽ മമ്മി ആ വണ്ടിയിൽ നിന്ന് വീഴുന്ന സമയത്ത് മമ്മി ദൈവശബ്ദം കാതുകളിൽ കേട്ടു, ഹല്ലേലൂയ, നീതിമാൻ ഹല്ലേലൂയ, അനർത്ഥങ്ങളെല്ലാം അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു, അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയില്ല. ഹല്ലേലൂയ, ഈ ദൈവശബ്ദം കേട്ടതുകൊണ്ട് മമ്മിക്ക് 100% ഉറപ്പുണ്ട് അസ്ഥി ഒടിഞ്ഞിട്ടില്ലെന്ന്. എന്നാൽ ഈ ജോയിന്റ് വിട്ട് കിടക്കുന്നത് കൊണ്ട് ഒരല്പ പ്രയാസമുണ്ട്, സംസാരിക്കാൻ കഴിയത്തില്ല. ദൈവമക്കളെ, അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിയും തോറും ഈ മുഖം വീർത്തു വന്നു. എന്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ മമ്മിയുടെ മുറി ചെല്ലുമ്പോൾ ഞാൻ പേടിച്ച് അല്ലെങ്കിൽ കരഞ്ഞത്, കാരണം കണ്ണ് കാണത്തില്ല, മുഖം മൊത്തം വീർത്തു. എന്നാൽ ദൈവമക്കളെ, സംഭവിച്ച ഒരു കാര്യം ഞാൻ പറയട്ടെ, സഭ ശ്രദ്ധയോടുകൂടെ മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് മമ്മി ആത്മാവില്, കാരണം വാക്കെടുത്ത് സംസാരിക്കാൻ കഴിയുന്നില്ല, ഹല്ലേലൂയ, ഉള്ളിൽ ഹല്ലേലൂയ, ബൈബിൾ വചനത്തിൽ ദാവീദ് പറയുന്നുണ്ടല്ലോ, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, ഹല്ലേലൂയ, ഉള്ളെടുത്ത് വാ തുറന്ന് സംസാരിക്കാൻ കഴിയാതെ മുറിക്കുള്ളിൽ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് എന്റെ മമ്മി ആയിരിക്കുമ്പോൾ ഉള്ളിൽ ഹല്ലേലൂയ ദൈവാത്മാവിൽ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവമക്കളെ, ഇവിടെ ചതഞ്ഞു കിടന്ന ഹല്ലേലൂയ മുറിച്ചെടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞ രക്തം ഹല്ലേലൂയ ഓട്ടോമാറ്റിക്കലി കവള് പൊട്ടി പുറത്തേക്ക് വന്നു. മമ്മി പെട്ടെന്ന് ഒരു കപ്പ് എടുത്തപ്പോൾ ഒരു കപ്പ് നിറച്ച് ബ്ലഡ് ഉണ്ട്. ഹല്ലേലൂയ, അത് മാത്രമല്ല ആത്മാവിൽ പ്രാർത്ഥിക്കാൻ റെഡി ആയപ്പോൾ ഹല്ലേലൂയ ഇത് പിടിച്ചിടണമെന്ന് പറഞ്ഞ ജോയിന്റ് തന്നെ ഹല്ലേലൂയ തിരികെ വന്നു. ഈ മുറിവുകള് ഹല്ലേലൂയ ഇത് ഉണങ്ങത്തില്ലെന്ന് ഹല്ലേലൂയ വൈദ്യശാസ്ത്രം പറഞ്ഞു, കാരണം സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും ആ പാടവിടെ നിൽക്കുമെന്ന്. എന്നാൽ ദൈവമക്കളെ, കർത്താവ് പറഞ്ഞെന്താ, ഞാൻ മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യും. എങ്ങനെയാണെന്നറിയോ? സ്റ്റിച്ചില്ലാതെ പാടില്ലാതെ മുറിവ് കെട്ടുവാൻ അറിയുന്നവനാണ് നമ്മുടെ ദൈവം. എന്റെ മമ്മിയുടെ മുഖം ഇപ്പൊ നോക്കിയാൽ ഒരിക്കലും ഇത്രയും വലിയൊരു മേജർ സർജറി അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് കഴിഞ്ഞതാന്ന് പറയത്തില്ല ദൈവമക്കളെ. അല്ലെങ്കിൽ ഇവിടെ മൊത്തം ആ പാമ്പാടിയിലുള്ള വിശ്വാസികളുടെ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതിന് അതൊരു കാരണമായി തീർന്നു. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള 2 കത്തോലിക്ക കുടുംബങ്ങളാണ് അതുമൂലം കർത്താവിനെ അറിയുവാനിടയായി തീർന്നത്. അല്ലെങ്കിൽ അങ്ങനെ അനേക അനുഭവങ്ങളുണ്ട്. ഞാൻ ഇപ്പൊ അതൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ അർത്ഥം, ഞങ്ങൾ 4 കുഞ്ഞുങ്ങൾക്ക് മമ്മി വാക്സിൻസ് എടുത്തിട്ടില്ല. ഞങ്ങളെ 4 പേരും വീട്ടിൽ പ്രസവിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും മരുന്നുകൾ എടുത്തിട്ടില്ല. ഞാൻ മരുന്ന് എടുക്കാൻ തുടങ്ങിയത് ഞാൻ +2 കഴിഞ്ഞ് നഴ്സിംഗിന് പോകാൻ തുടങ്ങിയപ്പോഴാണ്. അതും ദൈവത്തിന്റെ ഹിതമായിരുന്നു. കാരണം ഞാൻ നഴ്സിംഗിന് പോയപ്പോഴാണ് ഫ്രീ ആയിട്ട് ലഭിച്ചുകൊണ്ടിരുന്ന സൗഖ്യത്തിന്റെ വില മനസ്സിലായത്. ഞങ്ങൾ ഇന്ന് വരെ ആശുപത്രി പോയിട്ടില്ല. ഞങ്ങൾ ഡോക്ടേഴ്സ് എന്താ നഴ്സസ് എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ ഞാൻ നഴ്സിംഗിന് പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് എന്റെ മമ്മി കടന്നുപോയ പ്രശ്നങ്ങളുടെയും അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ എന്നും പ്രാർത്ഥിക്കുക, നേടുക, അത് സൗഖ്യമായിക്കോട്ടെ, പ്രാർത്ഥിച്ചു നേടുക. ഹല്ലേലൂയ, എല്ലാം ഹല്ലേലൂയ. ഇപ്പോൾ ചില സഹോദരിമാരുടെ സാക്ഷ്യം കേൾക്കുവാനിടയായി തീർന്നല്ലോ. അവർ കടന്നു പോകുന്ന രോഗത്തിന്റെ അവസ്ഥകള് എന്റെ മമ്മി എപ്പോഴും അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ രോഗങ്ങൾ കടന്നു വന്നിട്ടുണ്ട് ദൈവമക്കളെ, പ്രയാസങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അന്നൊക്കെ മമ്മി പറഞ്ഞൊരു വചനമുണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ, കർത്താവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം. ഏത് വിഷയം വന്നാലും എനിക്കറിയാവുന്ന ഒറ്റമൂലി അതാണ്. എന്റെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളായിക്കോട്ടെ, എനിക്കറിയാവുന്ന എന്തൊരു പ്രശ്നം വന്നാലും ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? കർത്താവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം. ഒരു ചെറിയ അനുഭവം, എന്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പറയട്ടെ. എനിക്ക് എന്റെ 2ാമത്തെ മോൻ ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ അവന്റെ ആദ്യത്തെ ഫിസിക്കൽ ചെക്കപ്പിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 2ാമത്തെ ആഴ്ചയിലെ ചെക്കപ്പിന് ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, അല്ലെങ്കിൽ കുഞ്ഞിന്റെ കണ്ണിന് അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഒരു റെഡ് ലൈറ്റ് റിഫ്ലക്സ് ഉണ്ട്, അത് ആബ്സെന്റ് ആണ്, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ചിലപ്പോൾ അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചയ്ക്ക് പ്രോബ്ലം കാണുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അത് വിദഗ്ധരായ അല്ലെങ്കിൽ ഒരു ഡോക്ടേഴ്സിനെ കാണിക്കണമെന്ന് പറഞ്ഞു. വേറൊരു ഡോക്ടറും കൂടെ, പീഡിയാട്രിക് ഡോക്ടറും കൂടെ വന്ന് അപ്പോൾ തന്നെ ചെക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, യെസ്
റെഡ് റിഫ്ലക്സ് ആബ്സെന്റ് ആണ്, അതുകൊണ്ട് തന്നെ കൊച്ചിന് കാഴ്ചയ്ക്ക് പ്രോബ്ലം കാണുമെന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ അല്പം മാതാവ് എന്നുള്ള നിലയ്ക്ക് അല്പം വേദന തോന്നിയെങ്കിലും ഓടി വന്ന് ഞാൻ ഭവനത്തിൽ കടന്നു വന്നിട്ട് ഞാൻ പെട്ടെന്ന് എന്റെ മമ്മിയെ വിളിച്ചു. മമ്മി പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ എന്തിനാ വിഷമിക്കുന്നത്, പ്രാർത്ഥിക്കുക, അത് മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. ഡോക്ടർമാരുടെ വലിയ ചികിത്സയ്ക്കൊന്നും ഞങ്ങൾ പോയില്ല. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല ചച്ചാ, ഫർദർ ഇനി ഞാൻ അപ്പോയിന്റ്മെന്റ് ഒന്നും എടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞത് അവിടെ നിന്നോട്ടെ, നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. ഞാനും അച്ചാച്ചനും ഉപവസിച്ച് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. ദൈവമക്കളെ ഹല്ലേലൂയ, ഞങ്ങൾക്ക് അടുത്ത അപ്പോയിന്റ്മെന്റ് എടുക്കണമെന്ന് പറഞ്ഞ് അവർ വിളിച്ചപ്പോഴും ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് വേണ്ട. ദൈവമക്കളെ, ഞാൻ ചെയ്തൊരു കാര്യം, ഞാൻ എന്റെ ദൈവസന്നിധി പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ അല്ലെങ്കിൽ ഒരു ദൈവാത്മാവ് എന്നോട് സംസാരിച്ച വചനം ഇതാണ്: വെളിച്ചമുണ്ടാകട്ടെ എന്ന് അവൻ കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ചെയ്തൊരു കാര്യം, എപ്പോഴും ഞാൻ എന്റെ കുഞ്ഞിനെ കയ്യിലെടുക്കുന്ന സമയത്ത് അവന്റെ കണ്ണിലേക്ക് കൈ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് അവൻ കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. എപ്പോഴും പറയുവാൻ തുടങ്ങി. അല്ലെങ്കിൽ കൊച്ചിനെ കയ്യിലെടുക്കുമ്പോഴെല്ലാം ഞാൻ അത് പറയാൻ തുടങ്ങി, വെളിച്ചമുണ്ടാകട്ടെ എന്ന് അവൻ കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ദൈവമക്കളെ, സംഭവിച്ചത് അല്ലെങ്കിൽ നെക്സ്റ്റ് അല്ലെങ്കിൽ ചെക്കപ്പിന് ചെന്നു. അല്ലെങ്കിൽ അപ്പോൾ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് വേറൊരു ഡോക്ടറുടെ അടുക്കൽ പോകാം, അവിടെ പോയി നോക്കാം. അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഡോക്ടറിന്റെ അടുക്കൽ ചെന്നപ്പോൾ അവർക്ക് റെഫറൻസസ് എല്ലാം ഉണ്ടല്ലോ. അവരുടെ അടുക്കൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്, അതിനെന്താ ഞങ്ങളുടെ ഇവിടുത്തെ ഒഫ്താൽമോളജിസ്റ്റിനെ കാണിക്കാന്ന് പറഞ്ഞു. ഒഫ്താൽമോളജിസ്റ്റ് വന്നു. അല്ലെങ്കിൽ ഫസ്റ്റ് ചെക്ക് ചെയ്തു. അപ്പൊ എന്നോട് ചോദിച്ചു, ഇതിന്റെ റിപ്പോർട്ട്സ് കാണിച്ചു. എന്നാൽ ദൈവമക്കളെ, ആദ്യത്തെ ചെക്കപ്പിൽ തന്നെ ആ ഡോക്ടറിനോട് ചോദിക്കുക, ആരാ പറഞ്ഞ റിഫ്ലെക്സ് ഇല്ലെന്ന്, ഇവനെല്ലാം നോർമൽ ആണല്ലോ, ഇവന്റെ 2 കണ്ണിനും ഒരു കുഴപ്പവുമില്ല, 100 ഔട്ട് ഓഫ് 100, എവറിത്തിങ് ഇസ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ദൈവത്തെ സ്തുതിച്ചു. കാരണം എനിക്കൊരു കാര്യം അറിയാം, അല്ലെങ്കിൽ നമ്മുടെ നാവിന്റെ ദൈവം ഒരു ശക്തി തന്നിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ദൈവത്തിലുള്ള വിശ്വാസത്തെ അല്ലെങ്കിൽ പ്രസ്താവിക്കുക. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോടും പറയുവാനുള്ളത് അതാണ് ദൈവമക്കളെ. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന കഷ്ടതകളുടെ പിമ്പിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. എന്താണെന്നറിയോ? ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. നമ്മുടെ നാമമല്ല, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്റെ ജീവിതത്തിലെ അനേക അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ജീവിതത്തിലെ അനേക അനുഭവങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ തന്നെയും ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഒരനുഭവം എടുത്ത് നിങ്ങളുമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ എന്റെ പഠനമൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്ന സമയത്ത് പഠനത്തിനൊക്കെ പോയ സാക്ഷ്യങ്ങളും എന്റെ വിവാഹ സാക്ഷ്യങ്ങളൊക്കെ വലുതാണ്. അതിനൊന്നും എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ പഠനം പൂർത്തീകരിച്ച് ഞാൻ എന്റെ പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യുവാൻ നോക്കുന്ന സമയം, കാരണം പാസ്പോർട്ട് ഇല്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു എനിക്ക്. എന്റെ മമ്മി എന്നെ വീട്ടിൽ പ്രസവിച്ചത് കൊണ്ട് 1989 അന്ന് ആരും പറഞ്ഞില്ല. വില്ലേജിൽ പോയി പറയുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു. അത് ആരും പറഞ്ഞു തരാത്തത് കൊണ്ട് തന്നെ എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പാസ്പോർട്ട് ലഭിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഒരു പാസ്പോർട്ട് ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു, സാർ എനിക്ക് പാസ്പോർട്ട്. അപ്പൊ പറഞ്ഞു, മോളെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ വളരെ വിഷമം തോന്നി. ഞാൻ തിരികെ വന്നു. അപ്പോൾ പുറത്തേക്ക് പോകാൻ ഇങ്ങനെ ട്രൈ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, സമയമായിട്ടില്ല. അങ്ങനെ ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്തിരുന്നു. എന്നാലും ഓർത്ത് പാസ്പോർട്ട് എടുത്തു വെക്കുവാണെങ്കിൽ നല്ലതല്ലേ. ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ, എന്റെ മമ്മിയുടെ ഭവനത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെ മമ്മിയുടെ ഭവനത്തിൽ ചെന്നു. അപ്പോൾ ഇങ്ങനെ എന്റെ മമ്മിയുടെ അമ്മാച്ചമാരോടൊക്കെ എന്നെ സംസാരിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പാസ്പോർട്ടിന് വേണ്ടി വന്നതാണ് കോട്ടയത്ത്. അപ്പൊ മമ്മിയുടെ ജസ്റ്റ് വീട് അടുത്തായതുകൊണ്ട് ഞാൻ കയറിനേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതും കിട്ടത്തില്ല. എന്നാൽ ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞ സമയത്ത് അവർക്ക് ആ ചാൻസ് കിട്ടിയ ചാൻസ് അല്ലേ, അവര് പെട്ടെന്ന് പരിഹസിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. വലിയ വിശ്വാസവും പ്രാർത്ഥനയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ. ഇപ്പൊ പാസ്പോർട്ട് ലഭിച്ചപ്പോ എന്താ, പാസ്പോർട്ട് ഇത് കണ്ടോ, മമ്മി വിശ്വാസമുണ്ട്. അന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്ന വരെയൊക്കെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ലായിരുന്നു, മക്കളുടെയൊക്കെ ഭാവി നന്നായിട്ട് പോകത്തില്ലായിരുന്നു. അപ്പോഴും എന്റെ മമ്മിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, എന്ത് ആൾക്കാർ പരിഹസിച്ചാൽ മമ്മി ചിരിച്ചോണ്ട് നിൽക്കും, ഒരു വാക്ക് എതിര് പറയത്തില്ല. അല്ലെങ്കിൽ മമ്മി വളരെ ചിരിച്ചോണ്ടോടെ നിൽക്കുന്നു. എനിക്കിത് കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നി. എന്നാലും ഞാൻ ഇറങ്ങാൻ നേരത്ത് മമ്മിയോട് ചോദിച്ചു, മമ്മി എന്തുവാ? മമ്മി പറഞ്ഞു, മോനെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി, അവൻ അവസാനത്തോളം എന്നെ കാക്കും. അതുകൊണ്ട് ഇതൊന്നും എന്നെ നിരാശപ്പെടുത്തത്തില്ല. കർത്താവിന് വേണ്ടിയല്ലേ ഞാൻ നിന്നത്. കർത്താവ് നിനക്ക് പാസ്പോർട്ട് തരണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് പാസ്പോർട്ട് ലഭിക്കുക തന്നെ ചെയ്യും. അതിനകത്ത് മമ്മിക്ക് നിരാശയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ബസ് സ്റ്റോപ്പ് വരെ കുറച്ച് നടക്കണം. ഞാനും പ്രിയ മാതാവും കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഹല്ലേലൂയ, പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, മനസ്സിന് വളരെ വിഷമമുണ്ട്. പെട്ടെന്ന് ഞാൻ ദിവസത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചാണ് പോകുന്നത്. യേശുപ്പിച്ചാ, എനിക്ക് പാസ്പോർട്ട് വേണമല്ലോ, എന്റെ പാസ്പോർട്ടിന് ഇപ്പൊ ഇത് ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇനി ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടും കർത്താവ്, എനിക്കൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് തരുമോ, ഹല്ലേലൂയ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ മമ്മി ഉണ്ട് കൂടെ, വേറെ ആരും ആ റോഡിലില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ എന്നോട് ആരോ സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും, ഒരു മൃദുവായ സൗണ്ട്. ആ ശബ്ദം ഇതായിരുന്നു, കേട്ട ദൈവശബ്ദം ഇതായിരുന്നു: ഒരു യോസഫിനെ മാനിക്കേണ്ടതിന് ഭൂലോകത്ത് മൊത്തം ക്ഷാമം വരുത്തിയവനാ നിന്റെ ദൈവം. അങ്ങനെയെങ്കിൽ നിനക്ക് വേണ്ടി നിയമങ്ങളെ മാറ്റുവാൻ എനിക്ക് കഴിയും. ഇത് കേട്ടപ്പോൾ ഞാൻ ഓർത്തു,
മമ്മിയോട് ഞാൻ പറഞ്ഞു, മമ്മി ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നു, മമ്മി എന്നോട് എല്ലാം പറഞ്ഞു. മമ്മി പറഞ്ഞില്ല, പക്ഷെ അതൊരു സ്ത്രീയുടെ ശബ്ദവുമല്ല, എനിക്കിത് പറഞ്ഞറിയിക്കാൻ അറിയത്തില്ല, ഒരു മൃദുവായ സൗണ്ടാണ്, മൃദുവായ ശബ്ദം, ചെവിയില് വളരെ സ്വീറ്റ് ആയ ഒരു വോയിസ്. അപ്പൊ ഞാൻ പെട്ടെന്ന് മമ്മിയോട് പറഞ്ഞു, മമ്മി ഇങ്ങനെ ഒരു ശബ്ദം എന്നെ കേട്ടു. മമ്മി പറഞ്ഞു പ്രാർത്ഥിക്കുക, ആ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഓർത്ത്, കർത്താവ് യോസഫിനെ മാനിക്കേണ്ടതിന്, അതെനിക്ക് മനസ്സിലാവുന്നില്ല, ക്ലിയർ ആയിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ ഓർത്തു, യോസഫിനെ മാനിക്കേണ്ടത് ഭൂലോകത്ത് മൊത്തം ക്ഷാമം വരുത്തി, അതറിയാം, എന്നാലും എനിക്ക് അതിന്റെ ആ മർമ്മം അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ പെട്ടെന്ന് ബസ്സിൽ കയറിയപ്പോ ഞാൻ കർത്താവ് എനിക്ക് സീറ്റ് ഒന്നും കിട്ടുമായിരുന്നു, ഒന്ന് ബൈബിൾ വായിക്കായിരുന്നു, കയ്യിൽ ബൈബിൾ ഉണ്ട്. പെട്ടെന്ന് നോക്കിയപ്പോ എനിക്ക് ഫ്രണ്ടിൽ ഒരു സീറ്റ് കിട്ടി. ഞാൻ പെട്ടെന്ന് ആ സീറ്റിൽ ഇരുന്ന് പെട്ടെന്ന് ബൈബിൾ തുറന്ന് ഉൽപ്പത്തി പുസ്തകം വായിച്ചപ്പോൾ അവിടെ എഴുതിയപ്പോൾ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന കഥയാണ്, സൺഡേ സ്കൂളിൽ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, ദേവദാസന്മാര് പ്രസംഗിച്ചിട്ടുണ്ട്, എങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുമ്പോണ്ടല്ലോ അതൊരു വേറൊരു ലെവലാണ്. ഹല്ലേലൂയ. എന്നോട് കർത്താവ് പറഞ്ഞത് വായിക്കാൻ, ഞാനത് എനിക്കറിയത്തില്ല എത്ര വട്ടം ഞാനത് വായിച്ചെന്ന്. ഓരോ വട്ടം വായിക്കുമ്പോഴും അതിന്റെ ആഴങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം ആ അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. ആദ്യം എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ആദ്യം ദേശത്തെങ്ങും ഹല്ലേലൂയ ക്ഷാമം കഠിനമായി തീർന്നു. പിന്നെ എഴുതിയിരിക്കുന്നു മിസ്രയീം ദേശത്ത് ക്ഷാമം കഠിനമായി. അത് കഴിഞ്ഞ് എഴുതിയിരിക്കുന്നു ഭൂമിയിലെങ്ങും ക്ഷാമമായി. പിന്നെ എഴുതിയിരിക്കുന്നു ഭൂതലത്തിലൊക്കെയും ക്ഷാമം ഹല്ലേലൂയ വന്നു. എന്നിട്ട് എഴുതിയിരിക്കുക, ഭൂതലത്തിലൊക്കെയും ക്ഷാമമായതുകൊണ്ട് ജനങ്ങളൊക്കെ എവിടെ വരേണ്ടി വന്നു? യോസഫിന്റെ അടുക്കൽ ധാന്യം കൊള്ളേണ്ടതിന് വരേണ്ടി വന്നു. ദൈവ പൈതലേ, ഹല്ലേലൂയ, എനിക്ക് പറയുവാനുള്ള ദൂത് ഇതാണ്. നിന്നെ ഹല്ലേലൂയ കർത്താവിന് മാനിക്കണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ, ഒരു ദൈവ പൈതലായി നമ്മളെ കർത്താവിന് മാനിക്കണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ, യോസഫിന്റെ ജീവിതം നോക്കിയാൽ മതി. ഹല്ലേലൂയ. യോസഫിനെ ദൈവം മാനിക്കുവാൻ തീരുമാനിച്ചത് കൊണ്ട് ഒന്ന് ഓർത്തു നോക്കി, നമ്മുടെ ദൈവം ആരാന്ന്? ഭൂതലത്തിലുള്ള സകലരെയും പട്ടിണി കിട്ടുക എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്താ? ഒരു യോസഫ് കണ്ട സ്വപ്നത്തെ, ഒരു യോസഫിന് കൊടുത്ത ദർശനത്തെ മാനിക്കേണ്ടതിന് ദൈവം മറ്റാരെയും കെയർ ചെയ്യുന്നവൻ അല്ലെന്നല്ല, പക്ഷേ ദൈവം ചില കാര്യത്തിൽ ഭയങ്കര സ്പെസിഫിക്കാ. തന്റെ ജനത്തിന് കൊടുക്കുന്ന കരുതലുകൾക്ക് വേണ്ടി ദൈവം എന്തും ചെയ്യും. ഹല്ലേലൂയ. അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം അങ്ങനെ ചെയ്യുന്നവർ ആരാ ഉള്ളത്? തന്റെ ജനത്തോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കേണ്ടതിന് കർത്താവ് എന്തും ചെയ്യും. ഹല്ലേലൂയ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഹല്ലേലൂയ യോസഫിന്റെ ജീവിതം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അവൻ ചെറിയ പ്രായത്തിൽ കണ്ട ഒരു സ്വപ്നം, ആ സ്വപ്നം നടക്കാൻ മാനുഷികമായ ഒരു സാധ്യതകളുമില്ല. ഹല്ലേലൂയ. കാരണം അവനെ രാജസ്ഥാനത്ത് എത്തിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ക്വാളിഫിക്കേഷൻ ഉണ്ടോ? ഇല്ല. ഹല്ലേലൂയ. അവനുള്ള ക്വാളിറ്റി എന്താ ഉള്ളത്? അവനെ കുറിച്ച് ജനം പറയാൻ പോകുന്നത് എന്തുവാ? ഹല്ലേലൂയ. ഹല്ലേലൂയ. പെണ്ണ് കേസിൽ പിടിക്കപ്പെട്ടവൻ അല്ലേ? ഹല്ലേലൂയ. തെളിവുകളും എല്ലാം ഉണ്ടോ അവന് പറയാൻ? ഇല്ല. ചിലപ്പോൾ ദൈവ പൈതലെ നീ കടന്നു പോകുമ്പോൾ നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ഒന്നും കാണത്തില്ല. മനുഷ്യർ നിന്റെ നെഗറ്റീവ്നെസ് മാത്രമേ എടുത്തു പറയത്തുള്ളൂ. ഹല്ലേലൂയ. നിനക്ക് സത്യം പറയണമെന്നുണ്ട്, നിന്റെ ജീവിതത്തിൽ ആ തെറ്റ് സംഭവിച്ചിട്ടില്ലെന്ന് പറയുവാൻ 100 ഹല്ലേലൂയ തെളിവുകൾ നിനക്ക് നിരത്തുവാൻ ണ്ട്. പക്ഷെ കേൾക്കുവാൻ ആളില്ല. കാരണം അവന് തെളിവ് എതിരായിരുന്നു. യോസഫിന്റെ തെളിവ് എതിരായിരുന്നില്ലേ ദൈവ പൈതലേ? എന്നാൽ അത് കഴിഞ്ഞുള്ളത് എന്താ? പിന്നെ പോകുന്ന ജയിലിലേക്ക്. ജയിൽ പുള്ളിയാണ്. ഹല്ലേലൂയ. പറയുവാനുള്ളതോ ജയിൽ പുള്ളി. ഹല്ലേലൂയ. തെറ്റിൽ പിടിക്കപ്പെട്ടവൻ. ഇങ്ങനെയുള്ള ഹല്ലേലൂയ ക്വാളിറ്റി മാത്രമേ യോസഫിന് പറയുവാനുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരന്മാരാൽ തള്ളിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. അവനെ ഉപേക്ഷിച്ചവർ. ഹല്ലേലൂയ. പിന്നെ ഹല്ലേലൂയ അടിമയായി കടന്നു വന്നവൻ. ഇങ്ങനെയൊക്കെ ഉള്ളു പറയുവാൻ. എന്നാൽ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അവനോട് പറഞ്ഞ് വാഗ്ദത്തം നിവർത്തിക്കേണ്ടതിന് എന്താണ് ചെയ്തെന്നറിയാമോ? ഹല്ലേലൂയ. ഭൂലോകത്തെ മൊത്തം ക്ഷാമം വരുത്തി. അവനെ ഹല്ലേലൂയ ഉപദ്രവിച്ചവർക്കും ക്ഷാമമാണ്, അവനെ തള്ളിക്കളഞ്ഞവർക്കും ക്ഷാമമാണ്, എല്ലാവർക്കും ക്ഷാമമാണ്. എന്നാൽ ഇപ്പോൾ ധാന്യം ആരുടെ കയ്യിലാണെന്നറിയാമോ? യോസഫിന്റെ കയ്യില്. യോസഫിന്റെ കയ്യിൽ ധാന്യങ്ങൾ ഒത്തിരിയുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് യോസഫിനെ കരങ്ങളിൽ എടുത്തു. അല്ലെങ്കിൽ അവനോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കേണ്ടതിന് ഭൂലോകത്ത് മൊത്തം ക്ഷാമം വരുത്തി. അങ്ങനെയെങ്കിൽ ദൈവപൈതലെ നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതാതിരിക്കുമോ? ഇല്ല. നമ്മൾ ദൈവത്തിന്റെ വിശേഷപ്പെട്ട ജനമാണ്, ദൈവത്തിന്റെ പൈതങ്ങളാണ്. ഹല്ലേലൂയ. നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, നിങ്ങളോട് ദൈവം വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അത് മുറുകെ പിടിക്കുക. ദൈവം ഹല്ലേലൂയ വിശ്വസ്തനാണ്. സമയം വൈകത്തില്ല. ഹല്ലേലൂയ. ദൈവപൈതലേ, ഈ വചനം കേട്ടു, ഞാൻ ദൈവസന്നിധിയിൽ ആ വാക്കേറ്റെടുത്തു. ഹല്ലേലൂയ. ഞാൻ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. ആകെ അറിയാവുന്നത് ഉപവാസവും പ്രാർത്ഥനയും. എന്റെ പ്രിയ മാതാവും ഞാനും ദൈവസന്നിധിയിൽ ചില ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ തീരുമാനമെടുത്തു. അങ്ങനെ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ ദിവസം ഹല്ലേലൂയ ഞാൻ പപ്പായോട് പറഞ്ഞു, അപ്പൊ ഒന്നും കൂടെ ഒന്ന് പോയി നോക്കാം. അങ്ങനെ ഞാൻ ഹല്ലേലൂയ ദൈവാത്മാവ് ഒരു നിയോഗം തന്നതുകൊണ്ട് ഞാനും പപ്പായും കൂടെ ഹല്ലേലൂയ വെള്ളിയാഴ്ച ദിവസം ഞാൻ പെട്ടെന്ന് ഹല്ലേലൂയ പാസ്പോർട്ട് ഓഫീസിലേക്ക് കടന്നു. പാസ്പോർട്ട് അന്ന് പുതിയ പാസ്പോർട്ട് ഓഫീസ് കോട്ടയത്ത് തുടങ്ങിയതേ ഉള്ളൂ. ഹല്ലേലൂയ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഞാൻ റിസപ്ഷന്റെ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പാസ്പോർട്ടിനാണ് വന്നത്. അപ്പൊ പറഞ്ഞു ഹല്ലേലൂയ ബർത്ത് സർട്ടിഫിക്കറ്റ്, SSLC ബുക്ക്, റേഷൻ കാർഡ് ഇതെല്ലാം തരാൻ പറഞ്ഞു. എന്റെ കയ്യിൽ ആകെയുള്ളത് SSLC ബുക്കാണ്.
ഞാൻ അത് കൊടുത്തിട്ട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു സോറി, ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഓക്കെ, അത്യാവശ്യം വല്ല ആണെങ്കിൽ ഞങ്ങളുടെ മെയിൻ ആളോട് സംസാരിക്കണം, ഓഫീസറോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത്യാവശ്യമൊന്നും അല്ല, അല്ലെങ്കിൽ ഉടനെ പുറത്തൊന്നും പോകുന്നില്ല, പക്ഷെ ആഗ്രഹമുണ്ട് പുറത്തു പോകാൻ. അല്ലെങ്കിൽ അപ്പം എന്നോട് പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് സംസാരിക്കണം, ഞങ്ങളുടെ മെയിൻ ഓഫീസറോട് സംസാരിച്ചോളാൻ പറഞ്ഞു. എന്നെ അല്ലെങ്കിൽ ഒരാൾ കയറ്റി വിട്ടിട്ട് പറഞ്ഞു ഫസ്റ്റ് ഫ്ലോറിൽ ചെല്ലാൻ പറഞ്ഞു. ഒരു റൂം നമ്പറും തന്നു. അല്ലെങ്കിൽ ഞാൻ ആ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ലിഫ്റ്റിൽ പോവുകയാണ്. ആ പോകുന്ന സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഹല്ലേലൂയ, ചെങ്കടൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെങ്കടൽ വഴി തുറന്നവനാണ് നീ. അങ്ങ് എന്നോട് സംസാരിച്ചൊരു വാക്കുണ്ട്, ഒരു യോസേഫിനെ മാനിക്കേണ്ടതിന് ഹല്ലേലൂയ ഭൂലോകത്ത് മൊത്തം ക്ഷാമം വരുത്തിയെന്ന്. അത് മാത്രമല്ല, അങ്ങ് എന്നോട് പറഞ്ഞു ഹല്ലേലൂയ എന്നെ മാനിക്കുമെന്ന്, എനിക്ക് വേണ്ടി വഴി തുറക്കുമെന്ന്. അങ്ങനെയെങ്കിൽ കർത്താവേ നീ അങ്ങനെ ചെയ്തിരിക്കാൽ സ്തോത്രം, എനിക്ക് മുമ്പായി നിന്റെ വഴി ഒരുക്കിയിരിക്കാൽ സ്തോത്രം എന്ന് വിശ്വാസത്തോടുകൂടെ ഞാൻ പറയുവാൻ തുടങ്ങി. ദൈവം ഇതിൽ അങ്ങനെ വിശ്വാസത്തോടുകൂടെ പറഞ്ഞ് ഞാൻ ഓഫീസറിന്റെ റൂമിന്റെ വാതിക്കൽ ഇരിക്കുന്ന സമയത്ത് കുറച്ചു നേരം ഇരുന്നു. അവര് വിളിക്കുന്നൊന്നുമില്ല. എനിക്കാണെങ്കിൽ കയറി ചെല്ലണോ ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യൻ അതിലെ കൂടെ കടന്നു വരുന്നു. അദ്ദേഹം പെട്ടെന്ന് ഡോർ നോക്കിയിരുന്നു. അദ്ദേഹം അകത്ത് കയറുന്നത് കണ്ടു. അപ്പോൾ പകുതി ഡോർ ഓപ്പൺഡാ. അപ്പൊ അവിടെ അകത്തിരിക്കുന്ന മനുഷ്യൻ എന്നെ കാണാൻ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ആ ഓഫീസർ എന്നെ നോക്കി അദ്ദേഹം ആ മനുഷ്യനോട് സംസാരിക്കുന്ന ഏതോ പേപ്പർ മേടിക്കുന്നു, സൈൻ ചെയ്യുന്നൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു എന്നെ കാണാനാണ്. ഞാൻ പറഞ്ഞത്. അപ്പൊ കയറി വരാൻ പറഞ്ഞു. ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ മറ്റേ അദ്ദേഹം പുറത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഓഫീസർ അടുത്തേക്ക് ചെന്ന് വിളിച്ചെന്തിനാ? ഞാൻ പറഞ്ഞ പാസ്പോർട്ട്. അപ്പൊ പറഞ്ഞു അതിനെന്താ താഴെ പറഞ്ഞാൽ മതി, ഞാനല്ല അതിന്റെ കാര്യം. ഞാൻ പറഞ്ഞു അതെ സാറേ, പക്ഷെ എനിക്ക് SSLC ബുക്ക് മാത്രമേ ഉള്ളൂ, ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു അതെന്താ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കത്തിപ്പോയതാണോ, എന്നാ നഷ്ടപ്പെട്ടു പോയതാണോ? ഞാൻ പറഞ്ഞു അല്ല. അപ്പൊ എന്ത് ചെയ്തെന്നറിയോ, അവിടെ അല്ലെങ്കിൽ എന്റെ സാക്ഷ്യം പറയുക എന്നോട് ഏറ്റിരുന്നു. അങ്ങനെ ഞാൻ എന്റെ മമ്മിയുടെ അനുഭവ സാക്ഷ്യം പറഞ്ഞു. അനുഭവ സാക്ഷ്യം പറഞ്ഞപ്പോ അദ്ദേഹം ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എന്നോട് പറയാം, ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല, ഇങ്ങനത്തെ ആൾക്കാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിലെ കുറെ അനുഭവങ്ങൾ പറയുവാനിടയായി തീർന്നു. അനുഭവങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അദ്ദേഹം പറഞ്ഞു മോടെ ആ SSLC ബുക്ക് കാണിക്കാൻ പറഞ്ഞു. ഞാൻ SSLC ബുക്ക് കയ്യിലോട്ട് കൊടുത്തു. അദ്ദേഹം എന്റെ SSLC ബുക്കിലോട്ട് നോക്കി. അദ്ദേഹം എന്റെ പേര് വായിച്ചു. എന്നിട്ട് ചോദിച്ചു ഇത് എന്റെ പേരിന്റെ സ്പെല്ലിംഗ് AXA ആയതുകൊണ്ട് തന്നെ പലർക്കും അത് പറയുവാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിനോട് ഇതെന്ത് പേരാ? അപ്പൊ ഞാൻ പറഞ്ഞു അക്സ. ഇത് എവിടുന്ന് കിട്ടിയ പേരാ? ഫോറിൻ നെയിം ആണോ? ഞാൻ പറഞ്ഞു അല്ല, ബൈബിളിലെ പേരാണ്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ബൈബിളിലെ പേരാണ്. അപ്പൊ ഏത് പുസ്തകം? ഞാൻ പറഞ്ഞ പഴയ നിയമ. ഓ ഞങ്ങൾ പഴയ നിയമം ഒന്നും വായിക്കാറില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് യേശുവിനെയും പത്രോസിനെയും ഒക്കെ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അക്സയെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ബ്രീഫ് ഹിസ്റ്ററി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുവാനിടയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തന്നെ അദ്ദേഹം പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു ഡേറ്റ് ഓഫ് ബർത്ത് എന്റെ January 1st ആണ്. ഞാൻ ഉണ്ടായിരിക്കുന്ന January 1st 1989 ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു വാവ് നല്ല കൊച്ചാണല്ലോ, ന്യൂ ഇയറിനാണല്ലോ ഉണ്ടായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അതെ. പെട്ടെന്ന് അദ്ദേഹം എന്റെ മുഖത്തേക്കിട്ട് പറയാ, നീ ഇത്രയും നേരം ഞാൻ നിന്നോട് സംസാരിച്ചപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, നീ സാധാരണ ഒരു കൊച്ചല്ല. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത അനുഭവങ്ങൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ, ഇതുവരെ കേട്ടിട്ടില്ലാത്ത പേര്, അതുപോലെ January 1st എല്ലാം പ്രത്യേകത. അതിന്റെ കൂടെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്, നിനക്ക് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് അത്ഭുതമാ? അപ്പൊ അദ്ദേഹം എന്നോട് നോക്കിയിട്ട് പിന്നെയും ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ ഈ പേപ്പർ കണ്ടോ ബോർഡിലോട്ട് ഞാൻ വെക്കാതിരിക്കുന്നു. അപ്പൊ എന്റെ കയ്യിലോട്ട് പേപ്പർ എടുത്ത് കാണിച്ചു. ഈ പേപ്പർ ഇപ്പം നീ അവിടെ ഇരുന്നപ്പോ ഒരാൾ കൊണ്ട തന്ന പേപ്പറാ, നീ ഈ പേപ്പർ ഒന്ന് വായിക്കാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു മിനിറ്റ് ഞാൻ സ്കെച്ച് വെച്ച് അടയാളപ്പെടുത്താന്ന് പറഞ്ഞു. മെയിൻ ഇമ്പോർട്ടന്റ് ലൈൻസ് മാത്രം സ്കെച്ച് വെച്ച് ഒരു യെല്ലോ സ്കെച്ച് വെച്ച് അടയാളപ്പെടുത്തി എന്റെ കയ്യിലോട്ട് തന്നു. ഞാനത് വായിച്ചു. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ സെന്റൻസ് നമുക്ക് അത്രയും മനസ്സിലാതില്ല, പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു സെന്റൻസ് ഉണ്ട്. അതായത് പെട്ടെന്നുള്ള ഇതാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വായിച്ചു. എനിക്ക് എന്തോ ചെറിയൊരു മനസ്സിലായ രീതിയിൽ ഞാൻ പറഞ്ഞു വല്ല മനസ്സിലായി? ഞാൻ പറഞ്ഞു എന്തോ മനസ്സിലായി എന്നുള്ള രീതി അദ്ദേഹത്തെ നോക്കിയപ്പോ പറഞ്ഞു പേടിക്കേണ്ട, ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇന്നലെ നടന്ന നിങ്ങൾക്കൊക്കെ അറിയാലോ പാസ്പോർട്ട് ആരാ ഇഷ്യൂ ചെയ്യുന്നത്? അല്ലെങ്കിൽ മെയിൻ സെൻട്രൽ ഗവൺമെന്റ് ആണല്ലോ, അവിടെ ഇന്ത്യൻ ഗവൺമെന്റ് ആണല്ലോ ഇഷ്യൂ ചെയ്യേണ്ടത്. അല്ല സാധാരണ കേരളക്കാർക്കോ നമ്മുടെ സാധാരണ പഞ്ചായത്തുകാർക്ക് ആർക്കും അതിനോട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. സംഭവിച്ചത് ഇന്നലെ വൈകുന്നേരം നടന്ന മീറ്റിംഗില് അല്ലെങ്കിൽ അവരൊരു പുതിയ നിയമം പാസ്സാക്കി. നിയമം ഇതാണ്, 1990 January 1st തൊട്ടുള്ളവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കമ്പൽസറി ആണ്. എന്നാൽ 1989 വരെ ഉള്ളവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ട, SSLC ബുക്ക് മതി. ഹല്ലേലൂയ. ദൈവമക്കളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിയമത്തെ മാറ്റുമെന്ന് എന്റെ ദൈവം എന്നോട് ശബ്ദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം മാറ്റാതിരിക്കുമോ? എനിക്ക് ഷോക്കായി പോയി. എന്നിട്ട് അദ്ദേഹം പറയാ നീ ഇവിടെ ഇതിനു മുമ്പ് വന്നു. ഞാൻ പറഞ്ഞു 2 ദിവസം മുമ്പ് വന്നായിരുന്നു, അപ്പൊ പറ്റിയില്ല. അപ്പൊ എന്താ ചെയ്ത്? ഞാൻ ഇത്രേ പറഞ്ഞോളൂ. അവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് ദൈവത്തിന് സ്തുതിച്ചപ്പോ ഞാൻ പറഞ്ഞു ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ പറഞ്ഞു ഒരു ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമത്തെ വരെ മാറ്റാൻ നിനക്ക് പറ്റിയല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹം ദൈവത്തെ സ്തുതിക്കുവാനിടയിൽ. ഞാൻ പറഞ്ഞു നമ്മുടെ പ്രാർത്ഥനയുടെ കൃപ കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിന് ഒരാളെ മാനിക്കണമെന്ന് ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ
സാഹചര്യങ്ങളൊന്നും ഹല്ലേലൂയ അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊന്നും കർത്താവ് നോക്കത്തില്ല. ഹല്ലേലൂയ ദൈവം വഴി തുറക്ക തന്നെ ചെയ്യും. എന്നോട് പറഞ്ഞ വാഗ്ദത്തം ഞാൻ ഇന്നും എപ്പോഴും എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ ഇത് ഉരുവിടാറുണ്ട്. കർത്താവേ, ഒരു യോസഫിനെ മാനിക്കേണ്ടതിന് അല്ലെങ്കിൽ ഭൂലോകത്ത് മൊത്തം നീ ക്ഷാമം വരുത്തിയെങ്കിൽ എന്നോട് പറഞ്ഞ വാഗ്ദത്തം ഉണ്ടപ്പാ, അത് മാനിക്കേണ്ടതിന് നിയമങ്ങളെ മാറ്റുവാൻ നിനക്ക് കഴിയും. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിലോ നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അവിടെ പ്രതികൂലത്തിന്റെ നടുവിലാണോ, പ്രതിസന്ധികളുടെ നടുവിലാണോ, ഒരിക്കലും ഇത് മുൻപിലുള്ള ചെങ്കടല് മാറത്തില്ലെന്ന്, വിഷയങ്ങൾ മാറത്തില്ലെന്നോ ഭാരത്തിലാണോ എന്നാ ദൈവാത്മാവ് എന്ന് പറയുക. ഹല്ലേലൂയ, നീ എന്റെ കരങ്ങളിലെ വിശേഷപ്പെട്ട മുത്താണ്. ഹല്ലേലൂയ, നിനക്ക് വേണ്ടി മാറ്റിയില്ലെങ്കിൽ ഞാൻ ആർക്കു വേണ്ടി പർവ്വതത്തെ മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആർക്കു വേണ്ടി ഞാൻ വഴി തുറക്കും. ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടു കൂടി ഒന്ന് സമർപ്പിക്കാമോ? ദൈവ പൈതലേ, ദൈവം നമ്മളെ മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒരു അനുഭവം കൂടെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എന്റെ അനുഭവത്തിലൂടെ വചനത്തിൽ നിന്നുള്ള ഒരു അനുഭവം എന്നെ ഈ ദിവസങ്ങളിൽ നല്ല, എന്റെ ചെറിയ പ്രായം തൊട്ട് ഞാൻ പറഞ്ഞല്ലോ, മമ്മി പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ഒരിക്കലും അല്ലെങ്കിൽ നിരാശയുടെ വാക്ക് പറയരുത്. ഹല്ലേലൂയ, പോസിറ്റീവായത് മാത്രമേ പറയുള്ളൂ. മമ്മി എപ്പോഴും ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നെഗറ്റീവായത് ഒരിക്കലും പറയരുത്. വായിൽ നിന്ന് നെഗറ്റീവ് വന്നു പോയിട്ടുണ്ടോ, പിശാച് അത് മുറുകെ പിടിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എന്നാൽ ഒരു വിഷയത്തിന്റെ നടുവിൽ പോസിറ്റീവായത് പറയുക, എന്റെ കർത്താവ് ഈ മലയെ നീക്കും, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി വഴി തുറക്കും, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. പഴയ നിയമത്തിൽ നിന്ന് ഒരനുഭവം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തും. അതാണ് എനിക്ക് സഭയോട് പറയുവാൻ നൽകി തന്ന ആലോചന. അതൊന്ന് ഞാൻ പറഞ്ഞോട്ടെ. അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. ഇത് സഭയ്ക്ക് വേണ്ടി തന്നൊരു ദൂതാണ് കേട്ടോ. ഇന്നും പ്രാർത്ഥിച്ചു, ഇന്നലെയും പ്രാർത്ഥിച്ചപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് ഈ ദൂത് എന്നോട് ഇങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുവാനിടയായി തീർന്നു. സഭയോട് ഞാൻ പറയുന്ന ദൂത് അതാണ്. അപ്പോൾ യഹോവ മോശയോട് പറയുന്നു, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ ജനത്തോട് പറയുക. എപ്പോഴാ പറഞ്ഞത്? എപ്പോൾ? അതാണ് എനിക്ക് പരിശുദ്ധാത്മാവ് തന്ന ദൂത്. ഹല്ലേലൂയ. എപ്പോഴാ പറഞ്ഞെന്നറിയാമോ? മോശ വായെടുത്ത് തന്റെ ജനത്തോട് പോസിറ്റീവായ ഒരു കാര്യം പറയുക. സാധ്യതകളൊന്നുമില്ല. ഹല്ലേലൂയ. ദൈവം മോശയോട് പറഞ്ഞിട്ടില്ല സമുദ്രത്തെ ഇപ്പൊ വിഭാഗിക്കുമെന്ന്. ഹല്ലേലൂയ. ജനം പിറുപിറുത്തോണ്ട് നിൽക്കുന്നതിന്റെ നടുവില, ചുറ്റും പിറുപിറുപ്പാ. മോശയെ അല്ലെങ്കിൽ കളിയാക്കുക, മോശയെ പരിഹസിക്കുവാണ്, മോശയെ കുത്തുന്ന വർത്തമാനം പറയുക. അല്ലെങ്കിൽ അതിന്റെ ആ 14 അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ദൈവം ആകെ പറഞ്ഞിരിക്കുന്ന പ്ലാൻ ഇത്രയേ ഉള്ളൂ, ഞാൻ ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തും. ഹല്ലേലൂയ, നിങ്ങൾ മുമ്പോട്ട് പൊക്കോണം. ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ചെങ്കടലിൽ വിവാഹിക്കുമെന്നോ ഒന്നും അപ്പോൾ കർത്താവ് പറഞ്ഞിട്ടില്ല മോശയോട്. ഹല്ലേലൂയ. ആ സമയത്ത് ജനം അല്ലെങ്കിൽ പിറുപിറുത്ത് മോശക്കെതിരെ നിൽക്കുന്ന സമയത്ത് മോശ പറഞ്ഞൊരു വാക്കുണ്ട് ദൈവമക്കളെ, അതൊന്ന് വായിക്കുക. 13-ാമത്തെ വാക്യം. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവമക്കളെ, ഇത് പോസിറ്റീവായി മോശ കാണാത്ത കാര്യം വിളിച്ചു പറയുക. എന്തോ വിളിച്ചു പറയുന്നത്? ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യനെ ഇനി ഞങ്ങള് കാണത്തില്ല. അല്ലെങ്കിൽ ദൈവം പറഞ്ഞ മോശയോട്, മിസ്രയീമ്യരെ ഞാൻ കൊല്ലാൻ പോവാ, ചെങ്കടലിന് നടുവിലെത്തുമ്പം അവര് മുങ്ങിപ്പോകും പറഞ്ഞോ? ഇല്ല. അതുവരെ ദൈവം പ്ലാൻ ഒന്നും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. പക്ഷെ മോശ വിശ്വാസത്തോടുകൂടെ ഏതാ ഈ പിറുപിറുപ്പിന്റെ നടുവിൽ നിന്നോണ്ട് പറയുക. ജനം മൊത്തം നെഗറ്റീവ്നെസ് പറയുമ്പം മോശ പോസിറ്റീവായിട്ട് എടുത്ത് പറയുക, ഇനി നിങ്ങൾ ഇവരെ കാണത്തില്ല, ഇനി നിങ്ങൾ ഇവരെ കാണത്തില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ശക്തിയുമായിക്കോട്ടെ, രോഗാത്മാവായിക്കൊള്ളട്ടെ, പറയുക ഇനിയും ഈ മിസ്രൈമി ശക്തിയെ നിങ്ങൾ കാണത്തില്ല. ഇത് പ്രൊക്ലെയിം ചെയ്ത് കഴിഞ്ഞപ്പോൾ മോശ പോസിറ്റീവായിട്ട് വിശ്വാസത്തോടുകൂടെ ദൈവം ചെയ്യാനിരിക്കുന്നത് പോസിറ്റീവായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ 15-ാം വാക്യത്തിൽ പറയുന്നു, അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്. അപ്പോൾ ദൈവം പ്ലാൻ നിരപ്പാക്കി കൊടുത്തു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ വായിൽ നിന്ന് വരുന്ന പ്രതികരണം എന്താന്ന് കർത്താവ് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രതികരണം അനുസരിച്ച് കർത്താവ് വഴി തുറന്നു വരും. പ്രതികരണം എന്തുവാ? ഓ, എന്റെ ജീവിതം ഇങ്ങനെയാ, ഓ ഇനിയിപ്പോ ഈ രോഗം ഒന്നും മാറാൻ പോകുന്നില്ല. കുറെ രോഗികളുടെ വിഷയം പറഞ്ഞല്ലോ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ആ ആന്റിമാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ആ ബയോപ്സിക്ക് അയക്കുന്നതിന് മുമ്പ് കർത്താവേ, ഇന്ന് വരെ എന്നെ ഈ ഒതുക്കി വെച്ചിരിക്കുന്ന മിസ്രൈമ്യ ശക്തി ഇനി ഞാൻ മേലാൽ കാണത്തില്ല, ഈ രോഗാത്മാവിനെ ഇനി ഞാൻ മേലാൽ കാണത്തില്ല. ഹല്ലേലൂയ, ഞാൻ ഉറച്ചു നിൽക്കും. എന്റെ കർത്താവ് വിശ്വസ്തൻ. വിശ്വാസത്തോടുകൂടെ പറയാമോ? അപ്പോൾ യഹോവ നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും.
ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനത്തിന് മുമ്പിൽ എന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. എനിക്ക് പ്രകാരം ഒരു സമയം ഒരുക്കി തന്ന പ്രിയ കർത്താവിനോട്, കർത്താവിന്റെ പ്രിയദാസനോടും കുടുംബത്തോടും സഭയോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.